ലാപ്ടോപ്പിൽ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നാൽ വീഡിയോയിലേക്ക് കാണാം. ഉബുണ്ടു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാനായി നമുക്ക് രണ്ട് ഫയൽ വേണം. ഒന്ന് റൂഫൂസ് എന്ന ഒരു സോഫ്റ്റ്വെയറും പിന്നെ ഉബുണ്ടുവിൻ്റെ ISO ഫയലും. ഇവ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ഇവ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം റൂഫൂസ് തുറക്കേണ്ടതാണ്. ഇതിലേക്ക് ഉബുണ്ടുവിൻ്റെ ISO ഫയൽ ചേർക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു പെൻഡ്രൈവ് ആവശ്യമുണ്ട്. അത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുക. ഇനി പാർട്ടീഷൻ്റെ പെർസിസ്റ്റൻസി ആണ് ഇവിടെ സംസാരിക്കുന്നത്. പെർസിസ്റ്റൻസി ഫയൽ ചേർക്കുന്നതിലൂടെ ലൈവ് സെക്ഷൻ, അതായത് പെൻഡ്രൈവിൽ നിന്ന് തന്നെ ബൂട്ട് ചെയ്യുന്ന ഉബുണ്ടുവിന് താൽക്കാലിക മെമ്മറി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് പെൻഡ്രൈവിൽ ഫയലുകൾ സൂക്ഷിക്കണമെങ്കിൽ ഈ പെർസിസ്റ്റൻ്റ് പാർട്ടീഷൻ ആവശ്യമാണ്. ഇവ കൂട്ടുന്നതിലൂടെ നമുക്ക് പെർസിസ്റ്റൻ്റ് പാർട്ടീഷൻ സെറ്റ് ചെയ്യാം. ഇത് ഞാനിപ്പോൾ 0-ൽ വയ്ക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് MBRO GPTO എന്നാണ്. MBR പഴയ കമ്പ്യൂട്ടറുകളിലും GPT പുതിയ കമ്പ്യൂട്ടറുകളിലുമാണ് എത്തുന്നത്. എൻ്റേത് MBR പാർട്ടീഷൻ സ്കീമിലാണ് വർക്ക് ചെയ്യുന്നത്. MBR ആണോ അല്ലെങ്കിൽ GPT ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക് മാനേജ്മെൻറ്റിൽ പോയിട്ട് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത ഡിസ്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൺവേർട്ട് ടു GPT എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ MBRും, കൺവേർട്ട് ടു MBR എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അത് GPTയും ആയിരിക്കും. എന്നാൽ ഇവിടെ അത് ഡിം ചെയ്ത് കാണിക്കുന്നു, കാരണം ഇത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ഡിസ്കാണ്. അടുത്തതായി നമുക്ക് പെൻഡ്രൈവിന് പേര് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത് ഏകദേശം 15 മിനിറ്റോളം എടുക്കാവുന്നതാണ്. ഇത് ആയതിനു ശേഷം നമുക്ക് റൂഫൂസ് ക്ലോസ് ചെയ്യാം. റൂഫൂസ് ക്ലോസ് ചെയ്തതിന് ശേഷം എനിക്ക് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനായി ഞാൻ സ്റ്റാർട്ട് മെനുവിൽ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ആകുന്നതിന് മുമ്പ് F12 ബട്ടണാണ് നിൽക്കേണ്ടത്. അത് ഓരോ കമ്പ്യൂട്ടറിലും വ്യത്യസ്തമായിരിക്കും. എൻ്റെ ഏസറിൻ്റെതായതുകൊണ്ടാണ് ഞാൻ F12 ബട്ടൺ നിൽക്കുന്നത്. ഇതിലൂടെ എൻ്റെ ബൂട്ട് മെനു തുറന്നു വരും. ഇവിടെ ഞാൻ എൻ്റെ പെൻഡ്രൈവ് സെലക്ട് ചെയ്യുകയാണ്. ഇനി ഞാൻ എൻ്റെ പെൻഡ്രൈവ് സെലക്ട് ചെയ്യുകയാണ്. കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ബണ്ടുവിൻ്റെ ബൂട്ട് ലോഡർ തുറന്നു വന്നു. ഇവിടെ രണ്ട് ഓപ്ഷനുകളുണ്ട്: ട്രൈ ലൈവ് ബണ്ടു വിത്തൗട്ട് ഇൻസ്റ്റാളിംഗ്, ഇൻസ്റ്റാൾ ബണ്ടു. ഇൻസ്റ്റാൾ ബണ്ടു ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ബണ്ടു ഇൻസ്റ്റാൾ ഓപ്ഷനിലേക്കും ട്രൈ ബണ്ടു വിത്തൗട്ട് ഇൻസ്റ്റാളിംഗിൽ പോകുന്നതിലൂടെ ഇവിടെ ലൈവ് സെക്ഷനിൽ പോകുന്നു. കാരണം അത് കുറച്ച് സമയം ലഭിക്കുന്നതാണ്. ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതോടെ ഉബുണ്ടുവിൻ്റെ ലൈവ് സെക്ഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഇൻസ്റ്റാൾ ഉബുണ്ടു എന്ന ബട്ടൺ ചെയ്യുക. അതിലൂടെ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ജാലകം തുറന്നു വരുന്നു. ഇവിടെ വെച്ച് ഇൻസ്റ്റാളേഷൻ ഭാഷ സെലക്ട് ചെയ്യാം. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യുമ്പോൾ അടുത്ത വിൻഡോയിൽ കീബോർഡ് ലേഔട്ട് സെലക്ട് ചെയ്യാൻ വരുന്നു. ഞാൻ കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഇവിടെ നോർമൽ ഇൻസ്റ്റാളേഷൻ എന്ന് കൊടുത്തു. കാരണം ഇല്ലെങ്കിൽ മറ്റ് പ്രീലോഡഡ് ആപ്സ് ഒന്നും ലഭിക്കുന്നതല്ല. ഇവിടെ എൻ്റെ പെൻഡ്രൈവ് ഡിസ്മൗണ്ട് ചെയ്യട്ടെ എന്ന്
ചോദിക്കുകയാണ്. ഞാൻ ഇവിടെ യെസ് എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇറേസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ ഉബുണ്ടു എന്ന് വരുന്നു. കാരണം ഞാൻ വിൻഡോസിൻ്റെ ഒരു സ്ട്രിപ്പ് ഡൗൺ വെർഷൻ ഉപയോഗിച്ചതിനാൽ ഇവിടെ വിൻഡോസ് ഡിറ്റക്റ്റ് ആവുന്നില്ല. അതിനാൽ ഞാൻ ഇൻസ്റ്റാൾ ഉബുണ്ടു അലോങ് സൈഡ് വിത്ത് വിൻഡോസ് എന്ന ഓരോ ഓപ്ഷൻ വരുന്നതാണ്. ഇവിടെ വെച്ച് ഞാൻ വിൻഡോസിൻ്റെ ഫയൽ സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് സ്ഥലം റീസൈസ് ചെയ്ത് എടുക്കുന്നു. ഇവിടെ നിന്ന് ഞാൻ 30,000 MB കുറച്ചെടുക്കുകയാണ്. ഇവിടെ എൻ്റെ ഫയൽ സിസ്റ്റം റീസൈസായി വന്നിരിക്കുകയാണ്. പാർട്ടീഷൻ ഇവിടെ ext4 ജേർണലിംഗ് ഫയൽ സിസ്റ്റം എന്ന് സെലക്ട് ചെയ്തു. ഇനി മൗണ്ട് പോയിൻ്റ് / എന്ന് കൊടുക്കുന്നു. ഇത് റൂട്ട് എന്നറിയപ്പെടുന്നു. ഇവിടെ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നു. ഇനി അടുത്തത് എവിടെയാണ് ബൂട്ട് ലോഡർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നാണ്. ഞാനിവിടെ എൻ്റെ ഹാർഡ് ഡിസ്ക് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ അത് നിങ്ങളുടെ ബയോസിൽ ബൂട്ട് ചെയ്യപ്പെടുന്നതാണ്. ഞാനിവിടെ ഇൻസ്റ്റാൾ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഈ മുതലായ കുറച്ച് പാർട്ടീഷനുകൾ ഫോർമാറ്റ് ചെയ്യാനുള്ള പെർമിറ്റ് ചോദിച്ചു. ഞാൻ അത് കണ്ടിന്യൂ എന്ന് കൊടുത്ത് സമ്മതിച്ചു കൊടുത്തു. ഇവിടെ എവിടെയാണ് നിങ്ങളുള്ളത് എന്ന് ചോദിക്കുകയാണ്. ഞാനിവിടെ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി എൻ്റെ പേരും പാസ്വേഡും ചോദിക്കുകയാണ്. ഞാനിവിടെ എൻ്റെ പേരടിച്ചു കൊടുക്കുന്നു. ഇവിടെ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ പേരിൻ്റെ ഒപ്പം എൻ്റെ യൂസർ നെയിമും ചേർത്തിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയുന്നു. ഇനി ഇവിടെ ലോഗിൻ ഓട്ടോമാറ്റിക്കലി എന്ന് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ പാസ്വേഡ് നൽകാതെ തന്നെ ലോഗിൻ ആവുന്നതാണ്. ഇതോടെ ഉബുണ്ടു ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ റീസ്റ്റാർട്ട് നൗ കണ്ടിന്യൂ ടെസ്റ്റിംഗ് എന്ന് കൊടുക്കുന്നു. ഞാൻ കണ്ടിന്യൂ ടെസ്റ്റിംഗ് എന്ന് കൊടുക്കുന്നു. അല്ലാത്തവർ റീസ്റ്റാർട്ട് നൗ എന്ന് ക്ലിക്ക് ചെയ്യുക.